शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सरस्वती नमस्तुभ्यं वरदे कामरूपिणि, विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः, गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं, शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके, शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे, तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने, प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने, नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं, करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं, वातालयेशमनिशं हृदि भावयामि। ओम श्री गुरुभ्यो नमः। ओम नमः शिवाय। श्री महादेव्यै नमः। ओम नमो भगवते वासुदेवाय। ओम नमः परमर्षिभ्यो नमः परमर्षिभ्यः। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ദേവി മാഹാത്മ്യ തരംഗിണി പരിപാടിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് 33-ാം തരംഗമാണ് തോന്നുന്നു. ദുർഗാ സപ്തശ്ലോകി ചൊല്ലിയിട്ട് നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് കിടക്കാം. മധ്യമചരിതത്തിലെ അവസാന അധ്യായം. ഓം ജ്ഞാനിനാമപി ചേദാംസി ദേവി ഭഗവതി ഹി സാ, ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോഃ, സ്വസ്ഥൈ സ്മൃതാമതിമതീവ ശുഭം ദദാസി. ദാരിദ്ര്യദുഃഖഭയഹാരിണി കാ ത്വദന്യാ, സർവോപകാരകരണായ സദാർദ്രചിത്താ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ, ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ, സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തിസമന്വിതേ, ഭയേഭ്യസ്ത്രാഹി നോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. സർവബാധാ പ്രശമനം
त्रैलोक्यस्याखिलेश्वरि एवमेव त्वया कार्यम् अस्मद्वैरिविनाशनं रोगानशेषानपहंसि तुष्टा रुष्टा तु कामान् सकलानभीष्टान् त्वामाश्रितानां न विपन्नराणां त्वामाश्रिता ह्याश्रयतां प्रयान्ति इति श्री दुर्गा सप्तश्लोकी संपूर्णा। ओम ओम श्री महादेव्यै नमः। ओम नमश्चंडिकायै। नारायण നാരായണ നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം. നമ്മുടെ പലരും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നവരാത്രി കാലത്ത് എങ്ങനെയാണ് 7 ദിവസം പാരായണം, അല്ലെങ്കിൽ 9 ദിവസം പാരായണം, അല്ലെങ്കിൽ 10 ദിവസം പാരായണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇപ്പം കൂടി കുറച്ച് മുമ്പേ കൂടി ഒരാൾ വിളിച്ച് വെച്ചേ ഉള്ളൂ. ഉച്ചയ്ക്കും വന്നു വിളി. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകളും വിളികളും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് മൊത്തത്തിൽ സാമാന്യമായിട്ട് പറയാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്, അവസാന പേജിൽ 7 ദിവസം കൊണ്ടുള്ള പാരായണ വിധി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞതാണ്, മുമ്പ് ഓടിച്ച് പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് പറയാം. കാരണം ഒരിക്കൽ കേട്ടാലൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല, പിന്നെയും സംശയം ഉണ്ടാവും. കേൾക്കാത്തവർക്ക് പിന്നെയും സംശയം ഉണ്ടാവും. അപ്പോൾ 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാം ദിവസം പൂർവാംഗങ്ങൾ മുഴുവൻ പാരായണം ചെയ്യാം. നമ്മുടെ വിഷയസൂചിക എടുത്തു കഴിഞ്ഞാൽ 4-ാം പേജിൽ വിഷയസൂചിക എന്നുള്ളതായിട്ടുള്ള പേജിലുള്ളതായിട്ടുള്ള ആദ്യത്തെ 9 ഐറ്റംസും, വിഷയസൂചികയിൽ 9 ഐറ്റംസ്. ചിലപ്പോൾ ഇതിൽ തിരിച്ചായിരിക്കും കാണും, അല്ലേ? മിറർ ഇമേജ് ആയിരിക്കും. അപ്പോൾ ദുർഗാ സപ്തശ്ലോകി, ദേവി മാഹാത്മ്യ പാരായണ സങ്കല്പം, ശാപോദ്ധാര മന്ത്രം, ഉത്കീലന മന്ത്രം, ദേവി കവചം, അർഗളാ സ്തോത്രം, കീലക സ്തോത്രം, താന്ത്രികം രാത്രിസൂക്തം, നവാക്ഷരി മഹാമന്ത്ര ജപം, ഇത്രയും 9 ഐറ്റം. ഇതാദ്യം ചൊല്ലിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ദേവി മാഹാത്മ്യത്തിലെ പ്രഥമ ചരിതം ഒരധ്യായം, അത് 1-ാമത്തെ ദിവസത്തേക്ക്. അങ്ങനെ പ്രഥമ ചരിതം കഴിഞ്ഞ് സമർപ്പിക്കുമ്പോൾ അവസാനവും നവാക്ഷരി മന്ത്രം, ആദ്യം ചൊല്ലിയ നവാക്ഷരി അവസാനവും നവാക്ഷരി ചൊല്ലിയിട്ട് താന്ത്രികം ദേവീ സൂക്തം കൂടി ചൊല്ലുന്നത് ഉത്തമം. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമഃ എന്നുള്ളതായിട്ടുള്ള താന്ത്രികം ദേവീ സൂക്തം കൂടി ചൊല്ലി ക്ഷമാപ്രാർത്ഥനയും ചൊല്ലി നിർത്താം. രഹസ്യത്രയമൊന്നും 1-ാം ദിവസം വേണ്ട. രഹസ്യത്രയം അവസാന ദിവസത്തേക്ക്, 7-ാം ദിവസത്തേക്ക്, 7 ദിവസത്തെ പാരായണത്തിൽ. ഇപ്പോൾ 3 ദിവസമായിട്ടുള്ള പാരായണമാണെങ്കിലും ഇതൊക്കെ ബാധകമാണ്. ഇത് തന്നെയാണ് 3 ദിവസത്തെ പാരായണത്തിലും 1-ാം ദിവസത്തെ ക്രമം ഇത് തന്നെയാണ്. ഈ പറഞ്ഞ പൂർവാംഗങ്ങളൊക്കെ പാരായണം ചെയ്യുക. ഇനി മറ്റ് സങ്കല്പവും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ മടിയോ ഉള്ളതായിട്ടുള്ള ആളുകൾക്ക് ദുർഗാ സപ്തശ്ലോകി മാത്രം ചൊല്ലി 7 ശ്ലോകം ചൊല്ലിയിട്ട്
പിന്നെ കവചം, അർഗള, കീലകം, ഈ 3 സ്തോത്രങ്ങൾ മാത്രം ചൊല്ലുക. ബാക്കി മന്ത്രങ്ങളൊക്കെ വേണമെങ്കിൽ നിർത്തിവെക്കാം. കാരണം ആ ഒരു ചൊല്ലാനുള്ളതായിട്ടുള്ള കോൺഫിഡൻസ് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ചൊല്ലാവുന്നതാണ്. ചൊല്ലി തന്നെയാണ് പഠിക്കുക. അപ്പോൾ ഈ നവരാത്രി കാലം പഠിക്കാനുള്ളൊരു സന്ദർഭമായി മാറട്ടെ. അഥവാ എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 അംഗങ്ങൾ മാത്രം, കവചം, അർഗള, കീലകം എന്നുള്ളതായിട്ടുള്ള 3 അംഗങ്ങൾ മാത്രം ചൊല്ലിയിട്ട് പ്രഥമചരിതം വായിക്കുക. നവാക്ഷരി മന്ത്രം ചൊല്ലാനൊക്കെ പേടിയാണ് ചിലർക്ക്. അങ്ങനെ എത്ര പറഞ്ഞാലും, നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് പിന്നെയും പഴയ ആരെങ്കിലുമൊക്കെ പറഞ്ഞത് തലയ്ക്കകത്ത് കിടപ്പുണ്ടാവും. ആരെങ്കിലും പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബ്ലോക്കായിട്ട് കിടക്കും. അത് പ്രശ്നമേ അല്ല. നല്ല ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ഇഷ്ട ദേവതയെ ഗുരുവായി സങ്കല്പിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുരുക്കന്മാരുടെ സങ്കല്പങ്ങളുണ്ടെങ്കിൽ അവരെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ ധൈര്യം ഇല്ല, ആരെങ്കിലുമൊക്കെ പറഞ്ഞത് ഉള്ളിൽ കിടക്കണം സ്ട്രോങ് ആയിട്ട് എന്ന് പറയണമെങ്കിൽ അപ്പോൾ ഈ 3 അംഗങ്ങൾ മാത്രം ചൊല്ലിയിട്ട് പ്രഥമചരിതം ചൊല്ലി, അപ്പോഴും ഈ പറഞ്ഞ അവസാനം ദേവീ സൂക്തം, താന്ത്രികം ദേവീ സൂക്തം ചൊല്ലി ക്ഷമാപ്രാർത്ഥനയും ചൊല്ലാവുന്നതാണ്. താന്ത്രികം ദേവീ സൂക്തം എന്തായാലും ആർക്കും ചൊല്ലാം. കാരണം 5-ാം അധ്യായമാണത്. ദേവി മാഹാത്മ്യം വായിക്കുന്നവർക്കൊക്കെ അത് വായിക്കാൻ അറിഞ്ഞിരിക്കണമല്ലോ, തീർച്ചയായിട്ടും. അപ്പോൾ അത് ചൊല്ലാം. അപ്പോൾ 1-ാം ദിവസത്തെ ഇതാണ് ഈ ഒരു അധ്യായം. അപ്പോൾ 2, 3, 4 ദിവസങ്ങളിലൊക്കെ എന്താ ചെയ്യുക എന്നാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ 2-ാം ദിവസം മധ്യമചരിതത്തിലെ ആദ്യത്തെ 2 അധ്യായം, മഹിഷാസുര സൈന്യവധവും മഹിഷാസുരവധവുമാകുന്ന 2 അധ്യായം. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താ ചെയ്യേണ്ടത്? പൂർവാംഗങ്ങളൊക്കെ ഈ 9 ഐറ്റവും വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട. ദുർഗാ സപ്തശ്ലോകി ചൊല്ലിയിട്ട് 7 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് കവചസ്തോത്രം മാത്രം ചൊല്ലുക. കവചസ്തോത്രം മാത്രം ചൊല്ലുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ സമയമുള്ളവരാണ്, ശ്രദ്ധയുള്ളവരാണെങ്കിൽ അർഗള, കീലകം ചൊല്ലാൻ അധികം സമയമൊന്നും വേണ്ട. കാരണം കവചത്തിൻ്റെ മുക്കാലേ ഉള്ളൂ ഇത് രണ്ടും കൂടിയിട്ട്. കവചം 56 ശ്ലോകമാണെങ്കിൽ അർഗള 28, കീലകം 14, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ മുക്കാലേ ഉള്ളൂ, സമയം അത്രയേ എടുക്കുള്ളൂ. അപ്പോൾ ചൊല്ലണം എന്നുണ്ടെങ്കിൽക്ക് 3ഉം ചൊല്ലാം. കവചം ചൊല്ലി അർഗള കീലകങ്ങളും ചൊല്ലാം. അല്ല, അത്രയ്ക്ക് സമയം കുറവുള്ളവരാണെങ്കിൽ കവചം മാത്രം ചൊല്ലിയാൽ മതി. എന്നിട്ട് നവാക്ഷരി ചൊല്ലാം. 54 പ്രാവശ്യം ചൊല്ലുക, അവസാനവും 54 പ്രാവശ്യം ചൊല്ലുക. അപ്പോൾ 108ആയി. ഇനി അതിനും സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ നവാക്ഷരി 54 പ്രാവശ്യം ചൊല്ലാൻ സമയമില്ലെങ്കിൽ അവർക്കും എക്സംഷൻ കൊടുക്കാം നമുക്ക്. 9ന്റെ ഗുണിതങ്ങളായിട്ട് ചൊല്ലാം. നവാക്ഷരി ചൊല്ലുമ്പോൾ 9, 18, 27, 36, 45, 54 അങ്ങനെയുള്ള സംഖ്യകൾ ചൊല്ലാവുന്നതാണ് 9ന്റെ ഗുണിതങ്ങളായിട്ട്. അപ്പോൾ ഏറ്റവും മിനിമം 9 ആദ്യവും 9 അവസാനവുമായിട്ട് ചൊല്ലുക. ഇതൊക്കെ എക്സ്ക്യൂസസ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ എല്ലാവർക്കും ഉള്ളതല്ല. എല്ലാവർക്കും ശ്രദ്ധയുള്ളവരാണെങ്കിൽ 54 തന്നെ ഉത്തമം. 54 ഉത്തമം, മറ്റത് മധ്യമം, അത്രേ ഉള്ളൂ. അധമമല്ല. എന്തായാലും തീരെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് അധമം. ഒന്നും പാരായണം ചെയ്യാതെ മിണ്ടാതെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നവരാണ് അധമന്മാർ. അല്ലാതെ ഇവിടെ ചൊല്ലുന്നവരിൽ അധമന്മാരില്ല. ചൊല്ലുന്നതിൽ മധ്യമം, ഉത്തമം എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഉത്തമം 54 ഏതെങ്കിലും എക്സംഷൻ ആരെങ്കിലും നിർബന്ധമായിട്ട് ചോദിക്കുമ്പോഴാണ് നമ്മളിത് പറയുന്നത്. ഒരു 9 പ്രാവശ്യമെങ്കിലും ചൊല്ലൂ എന്ന്. എന്നിട്ട് ഈ പറഞ്ഞ 2 അധ്യായങ്ങൾ ചൊല്ലുക. അവസാനം താന്ത്രികം ദേവി സൂക്തവും ക്ഷമാപ്രാർത്ഥനയും. ആ പറഞ്ഞ നവാക്ഷരിയും ചൊല്ലണം, താന്ത്രികം ദേവി സൂക്തവും ക്ഷമാപ്രാർത്ഥന. താന്ത്രികം ദേവി സൂക്തം ദിവസവും ചൊല്ലുന്നത് ഉത്തമം. എല്ലാ ദിവസവും സമർപ്പിക്കുമ്പോൾ താന്ത്രികം ദേവി സൂക്തം ചൊല്ലുക, ക്ഷമാപ്രാർത്ഥനയും ചൊല്ലുക. അതിന് മുമ്പ് നവാക്ഷരിയും ചൊല്ലുക. അപ്പോൾ അത് ഉത്തമം. അതുപോലെ അതിൻ്റെ അടുത്ത ദിവസവും അതുപോലെ സപ്തശ്ലോകി, കവചം, നവാക്ഷരി, പിന്നെയും ചോദിക്കേണ്ട അർഗള കീലകം ചൊല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ ചൊല്ലാം, ചൊല്ലുന്നത് ഉത്തമമെന്ന്. അപ്പോൾ സംശയം വേണ്ടാന്ന് പറയും. കോമൺ സെൻസ് മതി ഇതൊക്കെ മനസ്സിലാക്കാൻ.
എക്സംഷൻ വളരെയധികം നിർബന്ധിച്ച് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എക്സംഷൻ കൊടുക്കുന്നത്. എക്സംഷൻ വേണ്ടാത്തവർക്ക് വേണ്ടേ വേണ്ട, നന്നായിട്ട് ചൊല്ലാം. അപ്പോൾ ഇതുപോലെ ക്രമത്തിൽ ചൊല്ലിയിട്ട് ഈ പറഞ്ഞ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യായം 4-ാം അധ്യായം ശക്രാധികൃത ദേവീസ്തുതി മാത്രമായിട്ടാണ് 3-ാം ദിവസം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നവാക്ഷരി, താന്ത്രികം ദേവീസൂക്തം, ക്ഷമാപ്രാർത്ഥന. വീണ്ടും 4-ാം ദിവസം പഴയ പോലെ തന്നെ സപ്തശ്ലോകി, കവചം, നവാക്ഷരി. വീണ്ടും 4 അധ്യായമാണ് 4-ാം ദിവസം. ഉത്തമചരിതത്തിലെ ആദ്യത്തെ 4 അധ്യായം. ദേവീദൂത സംവാദം, ധൂമ്രലോചനവധം, ചണ്ഡമുണ്ടവധം, രക്തബീജവധം. 4 അധ്യായങ്ങൾ ഒരു ദിവസം ചൊല്ലാം. എന്നിട്ട് വീണ്ടും നവാക്ഷരി, താന്ത്രികം ദേവീസൂക്തം, ക്ഷമാപ്രാർത്ഥന. അതിൻ്റെ അടുത്ത ദിവസം ആദ്യവും അവസാനമുള്ളത് സെയിം തന്നെയാണ്. നടുവിലുള്ളത് 2 അധ്യായം, നിശുംഭവധവും ശുംഭവധവും. 9-ഉം 10-ഉം അധ്യായങ്ങൾ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും സെയിം, ആദ്യത്തെയും അവസാനത്തെയും സെയിം തന്നെയാണ്. 1 അധ്യായം നാരായണീ സ്തുതി. അത് കഴിഞ്ഞ് 7-ാം ദിവസം ആദ്യത്തെ മുമ്പ് ഇന്നലെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞ് 2 അധ്യായങ്ങൾ, 12-ഉം 13-ഉം അധ്യായങ്ങൾ. എന്നിട്ട് പിന്നെ നവാക്ഷരി, ദേവീസൂക്തം, രഹസ്യത്രയം, എന്നിട്ട് ക്ഷമാപ്രാർത്ഥന. രഹസ്യത്രയം 7-ാം ദിവസം മാത്രം. വളരെ സിമ്പിളാണ്, വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇത് 7 ദിവസം കൊണ്ട് ചൊല്ലുക. ഇതാണ് വിധിയുള്ളത്. 9 ദിവസം കൊണ്ട് ചൊല്ലാൻ ഇതിൽ പറഞ്ഞിട്ടില്ല, വിധി പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 7 ദിവസം കഴിഞ്ഞാൽ പിന്നത്തെ 3 ദിവസം ഉണ്ട്. ആ 3 ദിവസത്തേക്ക് 3 ചരിതങ്ങളായിട്ട് ഒരാവർത്തി കൂടി ചൊല്ലണം എന്നുള്ളവർക്ക്. ഇനി ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ പുസ്തകം പൂജയ്ക്ക് വെക്കും, അഷ്ടമി, നവമി, ദശമിക്ക് എടുക്കുള്ളൂ എന്ന്. അങ്ങനെ നിർബന്ധമുള്ള ഒരു പുസ്തകം പൂജയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ പുസ്തകം നോക്കി വായിക്കില്ല എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് അന്നത്തെ ദിവസം അവർക്ക് അറിയാവുന്ന മറ്റ് സ്തോത്രങ്ങളൊക്കെ ചൊല്ലട്ടെ, ദേവി മഹാത്മ്യം ഒഴിവാക്കാം. അപ്പോൾ അഷ്ടമിയും നവമിയും ഒഴിവാക്കി ദശമി ദിവസം പിന്നെ പുസ്തകം പൂജ കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഒരാവർത്തി മുഴുവൻ വായിക്കാൻ പറ്റിയാൽ ഉത്തമം. പൂജ കഴിഞ്ഞ് വേറെ എവിടെയും പോകാനൊന്നുമില്ല, ഒറ്റ ഇരിപ്പിൽ വിജയദശമി ദിവസം ഒന്നിച്ചൊരു പ്രാവശ്യം അങ്ങോട്ട് വായിക്കാം. അതല്ലെങ്കിൽ അന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള സ്തുതികളെങ്കിലും വായിക്കാം. നാരായണീ സ്തുതിയും ഈ പറഞ്ഞ ദേവീ സൂക്തവും അത് രണ്ടുമെങ്കിലും വായിക്കുക. പറ്റുമെങ്കിൽ 4-ാമത്തെ അധ്യായത്തിലെ ശക്രാധികൃത സ്തുതി ആദ്യം വായിക്കുക, രാത്രി സൂക്തം വായിക്കാം. അപ്പോൾ 4 സ്തുതികൾ: രാത്രി സൂക്തം, ശക്രാധികൃത ദേവീ സ്തുതി, 5-ാം അധ്യായത്തിലെ ദേവീ സൂക്തം എന്നുള്ള ഭാഗം മാത്രം, 11-ാം അധ്യായം നാരായണീ സ്തുതി. ഈ 4 സ്തുതികൾ മാത്രം വായിക്കുക. ആദ്യം കവചം വായിച്ചിട്ട് അവസാന വിജയദശമി ദിവസം, അല്ല മുഴുവൻ വായിക്കുന്നതാണ് ഉത്തമം. വിജയദശമി ദിവസം മുഴുവൻ വായിക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും ഉത്തമം. അല്ല അഷ്ടമിക്കും നവമിക്കും വായിക്കണം എന്നുള്ളവർക്ക് മുമ്പ് പറഞ്ഞ പോലെ 3 ദിവസമായിട്ടുള്ള പാരായണം ചെയ്യാം. അല്ലെങ്കിൽ 3 ദിവസവും മുഴുവൻ പാരായണം ചെയ്യുന്നവർക്ക് മുഴുവൻ ചെയ്യാം. അവർക്ക് സംശയമേ ഇല്ല, അവർ കമ്മിറ്റഡാണ്, അവർ പാരായണം ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ സമ്പ്രദായപ്രകാരം ത്രയാംഗപൂർവകം 3 ദിവസവും പാരായണം ചെയ്യാം. അപ്പോൾ പുസ്തകം പൂജയ്ക്ക് വെച്ചാൽ എങ്ങനെ വായിക്കാൻ പാടുമോ എന്നൊക്കെ സംശയമുണ്ട്. അത് കുട്ടികൾക്കാണ് പുസ്തകം പൂജയ്ക്ക് വെച്ചാൽ വായിക്കാൻ പാടില്ല എന്നുള്ളതായിട്ടുള്ള നിയമം. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുടക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ദേവി പൂജയിലിരിക്കുകയാണ്, കൊലുവിലിരിക്കുകയാണ്. അപ്പോൾ ദേവിയെ സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ നമുക്ക് ബൈഹാർട്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ പുസ്തകം നോക്കി വായിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. ബൈഹാർട്ട് അറിയുന്നവർ ബൈഹാർട്ട് ചൊല്ലിക്കോട്ടെ, കാണാതെ അറിയുന്നവർ അങ്ങനെ ചൊല്ലുമ്പോൾ തെറ്റ് വരാൻ സാധ്യതകളുണ്ട്. കാരണം ഒരേപോലെയുള്ളതായിട്ടുള്ള മന്ത്രങ്ങൾ, ശ്ലോകങ്ങൾ ആവർത്തനം വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പദങ്ങൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവും. ഒരു ശ്ലോകം കഴിഞ്ഞ് അടുത്ത ശ്ലോകം വേറെ ഏതെങ്കിലും അധ്യായത്തിലേക്ക് ചിലപ്പോൾ പോയി എന്ന് വരും. അപ്പോൾ അതിനാണ് പുസ്തകം നോക്കിക്കൊണ്ട് തന്നെ പാരായണം ചെയ്യുക.
പ്രായമായിട്ടുള്ള ഒരു പുസ്തകം നോക്കി വായിക്കുന്നതിൽ ഒരു ദോഷവും ഇല്ല. പൂജയ്ക്ക് വെക്ക് പുസ്തകം പൂജയ്ക്ക് വെപ്പ് എന്നുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് പാരായണത്തിനുള്ള പുസ്തകങ്ങൾ മാറ്റിവെച്ച് ബാക്കിയുള്ളതൊക്കെ പൂജയ്ക്ക് വെച്ചോളൂ. പാരായണം ഈശ്വര സ്തുതിയാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയുള്ള എന്താ പറയുക, വേറെ ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും പാരായണം ചെയ്യാൻ പോണ്ട. പേപ്പർ വായിക്കാൻ പോണ്ട, മാഗസിനുകൾ വായിക്കാൻ പോണ്ട, TV കാണാൻ പോണ്ട. ദേവീപരമായിട്ടുള്ള കാര്യങ്ങൾ പാരായണം ചെയ്യാൻ ഒരു മടിയും വേണ്ട. അത് മഹാനവമി ദിവസമൊക്കെ ഏറ്റവും വിശേഷ ദിവസമാണ് ദേവിക്ക് പ്രിയപ്പെട്ട ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുന്നത്. അഷ്ടമിക്കും നവമിക്കും പാരായണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, ഉത്തമമായിട്ടുള്ളതാണ്. കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ അവർ പൂജയ്ക്ക് വെച്ചത് അവരവിടെ വെച്ചോട്ടെ, വലിയവർക്ക് അത് ബാധകം അല്ല. ഈശ്വര സ്തുതിയാണ് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട. ലോക്കൽ ചെറിയ ചെറിയ ആചാര്യന്മാരൊക്കെ അത് പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അല്ല, ക്ഷേത്രത്തിലെ പൂജാരിമാരോ അതുപോലെയുള്ളവരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു എന്ന് വരും. അവർക്ക് അത്രേ വിവരമുള്ളൂ ആ വിഷയത്തിലൊക്കെ. അവരൊക്കെ സാധാരണ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, പൂജാ വിഷയം മാത്രം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർ ആധ്യാത്മികമായിട്ടുള്ള ഒരു വലിയ വിഷയമൊന്നുമുള്ളവരല്ല. അതുകൊണ്ട് അവർ പറയുന്നതല്ല ഈ വിഷയത്തിൽ പ്രമാണം. അവരൊക്കെ ഉപജീവനത്തിന് വേണ്ടി പൂജാവിധികളൊക്കെ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പൂജയൊക്കെ ചെയ്യേണ്ട ശ്രദ്ധയുള്ളവരായിരിക്കും, ശരി തന്നെ. പക്ഷേ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ പലരും ആധികാരികമായിട്ട് പറയാനുള്ള പഠിപ്പൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്കും നിങ്ങളെപ്പോലെയുള്ള അന്ധവിശ്വാസങ്ങളേ ഉണ്ടാവുള്ളൂ. അന്തേനൈവ നീയമാന യഥാന്താഹ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ പറഞ്ഞതിനെ പിന്നെയും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഇരുന്നോളൂ എന്നേ പറയാനുള്ളൂ. നമുക്ക് ഞങ്ങൾ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ, അവർ പറയുന്നതാണ് വിലയെങ്കിൽ അത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. അവരൊക്കെ കൊച്ചു കുട്ടികളാണ് നമ്മളെ സംബന്ധിച്ച്. അവർ പൂജാ കാര്യങ്ങളിൽ മിടുക്കരാണ്, അത്ര മാത്രമേ ഉള്ളൂ. പൂജയിൽ അവർ കമ്മിറ്റഡാണ്. പക്ഷെ അവരൊക്കെ സാധാരണ ഗൃഹസ്ഥരാണ്, സാധാരണ കുട്ടികളാണ്, പഠിച്ചു വരുന്നതായിട്ടുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ വലിയ വലിയ തന്ത്രികളും വലിയ പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ സ്വീകരിച്ചോളൂ. മഹാപണ്ഡിതന്മാരായിട്ടുള്ള തന്ത്രിമാരും അതുപോലെയുള്ള വലിയ പ്രശസ്തരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള പൂജാരികളൊക്കെ ഉണ്ടാവും, മറ്റേ പൂജകന്മാരൊക്കെ ഉണ്ടാവും. അവരുടെ വാക്കുകൾ സ്വീകരിച്ചോളൂ. അല്ലാതെ കൊച്ചു കൊച്ചു കുട്ടികളെ പോലെ ABCD മാത്രം പഠിച്ചിട്ടുള്ള ആളുകളുടെ വാക്കുകൾ പ്രമാണമായിട്ട് എടുക്കേണ്ടതില്ല. ഇനി ഞങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ അവരുടെ എടുത്തോളൂ. ഇവിടെ നമ്മൾ പറഞ്ഞതിനെ ധിക്കരിച്ചുകൊണ്ട് അവർ പറയുന്നതിനെ എടുക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറയാം. ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ ഇത് പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി 100% സമർപ്പിച്ച ആൾക്കാരാണ്. ഞങ്ങൾക്കിതിൻ്റെ എല്ലാ തലങ്ങളും നല്ലോണം ചിന്ത ചെയ്തിട്ട് മനുഷ്യരുടെ ലോകത്തിൻ്റെ നന്മയെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ദോഷമുണ്ടാവുന്നത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നവരല്ല. ആർക്കും ഒരു ദോഷം ഉണ്ടാവരുത് എന്ന് തന്നെയാണ് നമ്മുടെ എപ്പോഴുള്ള ചിന്ത. നിങ്ങൾക്ക് ഗുണമുണ്ടാവാൻ എന്തൊക്കെ വഴിയാണ് എന്ന് എപ്പോഴും ചിന്തിക്കുന്നവരാണ്. ലോകത്തിന് എല്ലാവർക്കും എപ്പോഴും എന്തെങ്കിലും ഗുണമുണ്ടാവണം, ആ ഗുണമുണ്ടാവാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് നിരന്തരം ചിന്തിക്കുന്ന ആളുകളാണ് ഞങ്ങളെപ്പോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇത് തന്നെ ജീവിതമായിട്ട് ഒഴിഞ്ഞു വച്ചിരിക്കുന്നവരാണ്. വേറെ ഒരു ചിന്തയില്ല ഞങ്ങൾക്ക്. എങ്ങനെ കൂടുതൽ 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 ആളുകൾക്ക് പ്രയോജനമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവരുടെ ജീവിതത്തെ കൂടുതൽ ശ്രേയസ്കരമാക്കാൻ പറ്റും എന്ന് നിരന്തരം ചിന്തിക്കുന്നവരാണ്, ഊണിലും ഉറക്കത്തിലെന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് ആരുടെ വാക്കുകൾക്കാണ് പ്രാമാണ്യത കൽപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പറഞ്ഞത് ഈ പാരായണത്തിൻ്റെ സമ്പ്രദായങ്ങൾ. അപ്പോൾ 7 ദിവസം കൊണ്ടുള്ള പാരായണം, അത് കഴിഞ്ഞിട്ട് പിന്നത്തെ 3 ദിവസം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഇൻറ്റൻസായിട്ട് 3 ദിവസവും പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാം. അല്ലെങ്കിൽ 3 ദിവസമായിട്ട് പിരിച്ച് ഒരു പ്രാവശ്യം പാരായണം ചെയ്യാം. അല്ലെങ്കിൽ 2 ദിവസം പുസ്തകം പൂജയ്ക്ക് വെച്ചു എന്നുള്ള കെയർ ഓഫിൽ അവസാന ദിവസം ഒന്നിച്ച് ഒറ്റ പാരായണം ചെയ്യാം. ഇത് അവസാനത്തെ 3 ദിവസം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കണം. ഏറ്റവും ഉത്തമമായത് 3 ദിവസവും ഓരോ പ്രാവശ്യം പൂർണ്ണമായിട്ട് പാരായണം ചെയ്യണം. അഷ്ടമി ദിവസം പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാം, നവമി ദിവസം പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാം, ദശമി ദിവസം പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാം. അത് ഉത്തമം. അത് സാധിക്കുമെങ്കിൽ ഉത്തമം.
അത് കമ്മിറ്റഡായിട്ട് ചെയ്യാം. ബാക്കിയുള്ള നവരാത്രിയെക്കുറിച്ചൊക്കെ ഇനിയൊരു ദിവസം നമ്മൾ പറയാം. നമുക്ക് നമ്മുടെ 4-ാം അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഇത് വെറുതെ ആൾക്കാർ വിളിച്ചോണ്ടേയിരിക്കണു, ചോദിച്ചോണ്ടേയിരിക്കണു. വാട്സപ്പിലാണെങ്കിലും ഫോണിലാണെങ്കിലും വിളികൾ വന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് പറഞ്ഞാണ്. ആണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടൊരു പോസ്റ്റിംഗ് ഇടണമെങ്കിൽ ഒഴിവുള്ളപ്പോൾ ഞാൻ ചെയ്യാം. ഒഴിവ് ഉണ്ടാവണം അതിന്. എപ്പോഴും ഓരോ തിരക്കുകളുണ്ട്. നോക്കാം. നാരായണ നാരായണ. നാലാം അധ്യായം ഇന്നലെ എടുത്തത് വരെയുള്ള ഭാഗം വായിക്കാം. ഇന്നലെ ഇതുവരെ എടുത്തത് 14 വരെയാണ് എടുത്തത്. അതുവരെയുള്ളത് വായിച്ചിട്ട് 15 മുതൽ പറയാം. ഓം നമശ്ചണ്ഡികായൈ. അഥ ചതുർത്ഥോധ്യായഃ. ശക്രാദികൃതദേവീ സ്തുതിഃ. ധ്യാനം. ഓം കാലാബ്രാഭാം കടാക്ഷൈഃ അരികുലഭയദാം മൗലിബദ്ധേന്ദുരേഖാം ശംഖം ചക്രം കൃപാണം ത്രിശിഖമപി കരൈരുദ്വഹന്തീം ത്രിനേത്രാം സിംഹസ്കന്ധാധിരൂഢാം ത്രിഭുവനമഖിലം തേജസാ പൂരയന്തീം ധ്യായേത് ദുർഗാം ജയാഖ്യാം ത്രിദശ പരിവൃതാം സേവിതാം സിദ്ധികാമയീ. ഓം ഋഷിരുവാച. ശക്രാദയഃ സുരഗണാ നിഹതേതി വീര്യേ തസ്മിൻ ദുരാത്മനി സുരാരിബലേ ച ദേവ്യാ താം തുഷ്ടുവുഃ പ്രണതി നമ്രശിരോധരാം സാഃ വാഗ്ഭിഃ പ്രഹർഷപുളഗോദ്ഗമചാരുദേഹാഃ ദേവ്യാ യയാ തതമിദം ജഗദാത്മശക്ത്യാ നിശേഷദേവഗണശക്തിസമൂഹമൂർത്യാ താമംബികാം അഖിലദേവമഹർഷിപൂജ്യാം ഭക്ത്യാ നതാസ്മ വിദധാതു ശുഭാനി സാനഃ. യസ്യാഃ പ്രഭാവമതുലം ഭഗവാനനന്ദോ ബ്രഹ്മാഹരശ്ച നഹി വക്തുമലം ബലം ച സാ ചണ്ഡികാഖില ജഗത്പരിപാലനായ നാശായ ചാശുഭഭയസ്യ മതിം കരോതു. യാ ശ്രീ സ്വയം സുകൃതിനാം ഭവനേഷ്വലക്ഷ്മീഃ പാപാത്മനാം കൃതധിയാം ഹൃദയേഷു ബുദ്ധിഃ ശ്രദ്ധാ സതാം കുലജനപ്രഭവസ്യ ലജ്ജാ താം ത്വാം നദാസ്മ പരിപാലയ ദേവി വിശ്വം. കിം വർണ്ണയാമ തവ രൂപമചിന്യമേതത് കിം ചാദിവീര്യമസുരക്ഷയകാരി ഭൂരി കിം ചാഹവേഷു ചരിതാനി തവാദ്ഭുതാനി സർവേഷു ദേവ്യസുരദേവഗണാദികേഷു ഹേതുഃ സമസ്ത ജഗതാം ത്രിഗുണാപി ദോഷൈഃ ന ജ്ഞായസേ ഹരിഹരാദിഭിരപ്യപാരാ സർവാശ്രയാഖിലമിദം ജഗദംശഭൂതം അവ്യാകൃതാ ഹി പരമാ പ്രകൃതിസ്ത്വമാദ്യാ
യസ്യാ സമസ്തസുരദാ സമുദീരണേന തൃപ്തിം പ്രയാതി സകലേഷു മഖേഷു ദേവി സ്വാഹാസി വൈ പിതൃഗണസ്യ ച തൃപ്തിഹേതുഃ ഉച്ചാര്യസേ ത്വമതയേവ ജനൈഃ സ്വധാ ച യാ മുക്തിഹേതുരവിചിന്യ മഹാവ്രതാത്വം അഭ്യസ്യസേ സുനിയതേന്ദ്രിയ തത്വസാരൈഃ മോക്ഷാർത്തിഭിർമുനിഭിരസ്തസമസ്തദോഷൈഃ വിദ്യാസി സാ ഭഗവതി പരമാ ഹി ദേവി ശബ്ദാത്മികാ സുവിമലർഗ്യജുഷാം നിധാനം ഉദ്ഗീതരമ്യ പദപാഠവദാം ച സാമ്നാം ദേവിത്രയീ ഭഗവതി ഭവഭാവനായ വാർത്താ ച സർവജഗദാം പരമാർത്തിഹന്ത്രി മേധാസി ദേവി വിദിതാഖില ശാസ്ത്രസാരാ ദുർഗാസി ദുർഗഭവസാഗര നൗരസംഗാം ശ്രീകൈഡഭാരി ഹൃദയൈകകൃതാദിവാസ ഗൗരീ ത്വമേവ ശശിമൗലികൃത പ്രതിഷ്ഠാ ഈഷത്സഹാസമമലം പരിപൂർണചന്ദ്രബിംബാനുകാരി കനകോത്തമകാന്തികാന്തം അത്യത്ഭുതം പ്രഹൃതമാത്തരുഷാ തഥാപി വക്രം വിലോക്യ സഹസാ മഹിഷാസുരേണ ദൃഷ്ട്വാ തു ദേവി കുപിതം ഭ്രുകുടീകരാളം ഉദ്യൽ ശശാങ്ക സദൃശച്ച വിയന്ന സദ്യഃ പ്രാണാന്മുമോച മഹിഷസ്തദീവ ചിത്രം കൈർജീവ്യദേഹി കുപിതാന്തകദർശനേന ദേവി പ്രസീദ പരമാ ഭവതി ഭവായ സദ്യോ വിനാശയസി കോപവതി കുലാനി വിജ്ഞാതമേതദധുനൈവ യദസ്തമേതദ് നീതം ബലം സുവിപുലം മഹിഷാസുരസ്യ തേ സമ്മതാ ജനപദേഷു ധനാനി തേഷാം തേഷാം യശാംസി ന ച സീദതി ധർമ്മവർഗഃ ധന്യാസ്തയേവ നിഭൃതാത്മജ ഭൃത്യധാരാഃ യേഷാം സദാഭ്യുദയദാ ഭവതി പ്രസന്നാ. ഇതുവരെയാണ് ഇന്നലെ വായിച്ച് ചുരുക്കി പറഞ്ഞത്. അപ്പോൾ ദേവി ആരുടെ നേരാണോ പ്രസാദിക്കുന്നത്, യേഷാം ഭവതി പ്രസന്ന, ആരുടെ നേരെ ദേവി പ്രസാദിച്ചുവോ അവർക്ക് ദേവി സദാ അഭ്യുദയതാ ഭവതി, എല്ലായ്പ്പോഴും ദേവി അഭ്യുദയങ്ങളെ ദാനം ചെയ്യുന്നവളായിരിക്കുന്നു. അവർക്ക് വേണ്ടതെല്ലാം, അവരുടെ ക്ഷേമമെല്ലാം ദേവി നോക്കുന്നു. അതുപോലെ തേ സമ്മത ജനപദേഷു, അവർ ജനപദങ്ങളിൽ സമ്മതരായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ജനസമൂഹങ്ങളിൽ, സഭകളിൽ എല്ലാവരാലും പൂജിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു എന്നർത്ഥം. തേഷാം ധനാനി, അവർക്ക് ധനങ്ങളെല്ലാം വന്നു ചേരുന്നു, സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു ദേവി പ്രസാദിച്ചാൽ. തേഷാം യശാംസി, യശസ്സെല്ലാം അവരെ നോക്കി വന്നു ചേരുന്നു, അവർക്ക് എല്ലാ യശസ്സുകളും വന്നു ചേരുന്നു. നച സീതതി ധർമ്മവർഗ, അവരുടെ ധർമ്മവർഗങ്ങൾ ന സീതതി തളരുന്നില്ല, ക്ഷയിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം മുതലായ പുരുഷാർത്ഥങ്ങളൊക്കെ വേണ്ടതുപോലെ ഫലിക്കുന്നു. അവരുടെ നിലനിൽപ്പിന് യാതൊരു ആപത്തും ഉണ്ടാവുന്നില്ല. അവരുടെ അർത്ഥം സംരക്ഷിക്കപ്പെടുന്നു, അർത്ഥം വൃദ്ധിയെ പ്രാപിക്കുന്നു. അവരുടെ കാമങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു ദേവി. അവസാനം അവർക്ക് മോക്ഷം എന്ന പുരുഷാർത്ഥവും സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളും സാധിക്കുന്നു. അവർ തന്നെയാണ് തേവ ധന്യാഹ, ധന്യാസ്തയേവ, തേവ ധന്യാഹ, അവർ തന്നെയാണ് ഭൂമിയിൽ ധന്യധന്യന്മാർ. നിഭൃത ആത്മജ ഭൃത്യധാരാഹ, അവരാൽ അവരുടെ പുത്രന്മാരും ഭാര്യമാരും ബന്ധുക്കളും ഭൃത്യന്മാരുമൊക്കെ വേണ്ടതുപോലെ ധരിക്കപ്പെടുന്നു, ഭരിക്കപ്പെടുന്നു. അവർക്ക് വിധേയരായി നിൽക്കുന്നു ഈ പറഞ്ഞ വേണ്ടവരെല്ലാം. എല്ലാവരെയും നല്ലതുപോലെ നോക്കി രക്ഷിക്കാനുള്ള പ്രാപ്തി ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരുടെയും പ്രീതിക്കും ബഹുമാനത്തിനും പ്രേമത്തിനും പാത്രീഭവിക്കുകയും ചെയ്യുന്നു. യേഷാം സദാ അഭ്യുദയതാ ഭവതി പ്രസന്ന, ആ ഭവതി
ആരുടെ നേർക്കാണോ എപ്പോഴും പ്രസാദിച്ച് അവർക്ക് അഭ്യുദയങ്ങളെയൊക്കെ ദാനം ചെയ്യുന്നത്, അവരുടെ അവസ്ഥയാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം, 15-ാം ശ്ലോകം. ധർമ്മ്യാണി ദേവി സകലാനി സദൈവ കർമാണി അത്യാദൃത പ്രതിദിനം സുകൃതി കരോതി സ്വർഗം പ്രയാതി ച തതോ ഭവതി പ്രസാദാത് ലോകത്രയേ വിഫലദാ നനു ദേവി തേന. ധർമ്മ്യാണി ദേവി സകലാനി സദൈവ കർമാണ്യത്യാദൃത പ്രതിദിനം സുകൃതി കരോതി സ്വർഗം പ്രയാതി ച തതോ ഭവതി പ്രസാദാത് ലോകത്രയേ വിഫലദാ നനു ദേവി തേന. അപ്പോ ഭവതീ പ്രസാദാത്, ദേവിയുടെ പ്രസാദം കൊണ്ട്, ദേവിയുടെ പ്രസാദത്തിന് പാത്രമായവൻ എന്ത് സംഭവിക്കുന്നു? അവൻ ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മ്യാണി ദേവി സകലാനി സദൈവ കർമാണി ഇതി ആദൃതഃ പ്രതിദിനം സുകൃതി കരോതി. അപ്പം അവൻ ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മങ്ങൾ, പ്രതിദിനം ചെയ്യാനുള്ള അവൻ്റെ കർമ്മങ്ങൾ, സകല ധർമ്മങ്ങളും അവൻ നന്നായിട്ട് അനുസരിച്ച് ചെയ്യുന്നു. സുകൃതിയാണവൻ, ദേവിയുടെ ഭക്തനായിട്ടുള്ള ഒരാൾ സുകൃതിയാണ്. ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ശ്രദ്ധാപൂർവം അവൻ ആചരിക്കുന്നു. അവൻ്റെ ധർമ്മങ്ങൾ, നിത്യകർമ്മങ്ങൾ മുടങ്ങാതെ അവൻ ചെയ്യുന്നു എന്നാണ്. ദേവിയിലുള്ള ആദരവോടുകൂടി തന്നെ ആ കർമ്മങ്ങളെയും ബഹുമാനിക്കുന്നു. കാരണം വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമൊക്കെ ഓരോ കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത് ദേവി തന്നെയാണ് എന്നാണ് അവൻ്റെ വിശ്വാസം. അവന് നല്ല ഉറപ്പുണ്ട്, ഇന്ന ശാസനകളൊക്കെ ദേവിയുടെ ശാസനകൾ തന്നെയാണ്. വേദം പറയുന്നു നിത്യം ഇന്നത് ചെയ്യൂ എന്ന്. അതുപോലെ സ്വാധ്യായ പ്രവചനാദികളൊന്നും മുടക്കരുത്. സത്യം വദ, ധർമ്മം ചര, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഉപദേശങ്ങളൊക്കെ ദേവിയുടെ വാക്കുകളായിട്ട് തന്നെ ഈ ഭക്തന്മാർ കരുതുന്നു. എന്നിട്ട് അതൊക്കെ അതുപോലെ അക്ഷരം പ്രതി തെറ്റാതെ ആചരിക്കുന്നു. അതാണ് സകലാനി ധർമ്മ്യാണി സദായേവ അത്യാദൃത പ്രതിദിനം സുകൃതി കരോതി. അവൻ്റെ കർമ്മങ്ങളും ധർമ്മങ്ങളും സകലങ്ങളും ആദരവോടുകൂടെ അവൻ പ്രതിദിനം ആ സുകൃതിയായിട്ടുള്ളവൻ ചെയ്യുന്നു. അങ്ങനെ ദേവിയുടെ പ്രസാദം കൊണ്ട് അവന് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ സ്വർഗം പ്രയാതി തതഃ. അതുകൊണ്ട് തന്നെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സ്വർഗപ്രാപ്തിയും അല്ലെങ്കിൽ മോക്ഷവും ലഭിക്കുകയും ചെയ്യുന്നു. കാരണം ലോകത്രയേവി ഫലദ, ദേവിയാണ് ലോകത്രയങ്ങളിലുള്ള ഫലങ്ങളെ ദാനം ചെയ്യുന്നവൾ. അപ്പം 3 ലോകപ്രാപ്തിയും ദേവിയാണ് നിശ്ചയിക്കുന്നത്. ഇവൻ എവിടെ പോകണം, ഓരോരുത്തരും എവിടെ ഇരിക്കണം, ഓരോരുത്തർക്ക് ഏത് ലോകം അർഹിക്കുന്നുണ്ട് അവിടേക്ക് അവനെ പ്രൊമോട്ട് ചെയ്യാനുള്ള അവകാശവും അധികാരവും ചോദ്യം ചെയ്യാതെ ആരിലിരിക്കണു? ദേവിയിലിരിക്കുന്നു. ലോകത്രയേവി ഫലദാ ദേവി തേന. അതുകൊണ്ട് അപ്പോൾ ദേവി പ്രസാദിച്ചാൽ 3 ലോകങ്ങളിലും അവന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. സ്വർഗമൊക്കെ അവന് നിസ്സാരമായിട്ട് പ്രാപിക്കാം. ഇനി മോക്ഷവും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും എന്നർത്ഥം. ധർമ്മ്യാണി ദേവി സകലാനി സദൈവ കർമാണ്യത്യാദൃത പ്രതിദിനം സുകൃതി കരോതി സ്വർഗം പ്രയാതി ച തതോ ഭവതി പ്രസാദാത് ലോകത്രയേ വിഫലദാ നനു ദേവി തേന. ഇതിൽ ഒന്നാമത്തെ വരിയുടെ അവസാനം കർമ്മ എന്ന് കഴിഞ്ഞിട്ട് ഹൈഫൺ കാണും. എന്നിട്ട് അടുത്ത വരിയിൽ ണ്യത്യാദൃത എന്ന് കാണും. അത് ഒന്നിച്ച് സന്ധിയോടുകൂടി വായിക്കേണ്ടതാണ്. അവിടെ പിരിച്ച് കർമാണി അത്യാദൃത എന്നും പാഠങ്ങളുണ്ടാവും. ദോഷമൊന്നുമില്ല. പക്ഷേ ഒരക്ഷരം കൂടും വൃത്തത്തിൽ, ഒരു ഛന്ദസ്സിന് ഭംഗം വരും. അപ്പോൾ ഇത് മന്ത്രസ്വരൂപമായിട്ടുള്ള ഗ്രന്ഥമായതുകൊണ്ട് അത് വേണ്ട എന്ന് അറിവുള്ള ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു. സാധാരണ മറ്റു വല്ല സ്തോത്രങ്ങളായിരുന്നെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ കർമാണി എന്ന് പിരിച്ച് താഴെ അത്യാദൃത എന്ന് സന്ധി പിരിച്ച് ചൊല്ലാം. ധർമ്മ്യാണി ദേവി സകലാനി സദൈവ കർമാണി അത്യാദൃത പ്രതിദിനം സുകൃതി കരോതി എന്ന് ചൊല്ലാവുന്നതാണ് വേറെ വല്ല സ്തോത്രങ്ങളും ആയിരുന്നെങ്കിൽ. ഇത് മന്ത്രസ്വരൂപമാണ് അല്ലേ? ദുർഗാ സപ്തശതിയാണ്. അപ്പോൾ ഇതിൽ മുഴുവൻ മന്ത്രങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട്
നമ്മളതിൽ ഒരു അക്ഷരം കൂട്ടാൻ പാടില്ല. അപ്പോൾ പിരിക്കുമ്പോൾ നീ കഴിഞ്ഞിട്ട് പ്ലസ് ആ വേറിട്ട് വരികയാണ്. മറ്റത് ണ്യ എന്നുള്ളത് ഒന്നായിട്ടേ എണ്ണുള്ളൂ. മറ്റത് നീ പ്ലസ് ആ എന്ന് പിരിക്കുമ്പോൾ രണ്ടക്ഷരമായി, ഒരക്ഷരം വൃത്തത്തിൽ അധികം വരും. അപ്പോൾ അതൊരു വൃത്തഭംഗമാണ്. അത് ചിലപ്പോൾ മന്ത്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള ഹാനി ഉണ്ടാക്കും. അപ്പോൾ അത് വേണ്ട എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മന്ത്രസ്വരൂപമായിരിക്കുന്ന ശ്ലോകങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ ചൊല്ലുമ്പോൾ ആ സന്ധി പിരിക്കാതെ തന്നെ അങ്ങനെ തന്നെ ചൊല്ലുക എന്ന് പറഞ്ഞിരിക്കണം. അതാണ് ധർമ്മ്യാണി ദേവി സകലാനി സദൈവ കർമാണ്യത്യാദൃത പ്രതിദിനം സുകൃതി കരോതി സ്വർഗം പ്രയാതി ച തതോ ഭവതി പ്രസാദാത് ലോകത്രയേ വിഫലത നനു ദേവി തേന. അടുത്ത ശ്ലോകം നമ്മൾ നിത്യവും ചൊല്ലാറുള്ള ശ്ലോകം ദുർഗാ സപ്തശ്ലോകിയിലുള്ള ശ്ലോകമാണ് 16ാമത്തെ ശ്ലോകം. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷ ജന്തോ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭം ദദാസി ദാരിദ്ര്യ ഭയഹാരിണി കാത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത. അതെല്ലാവർക്കും ബൈഹാർട്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷ ജന്തോ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭം ദദാസി ദാരിദ്ര്യ ഭയഹാരിണി കാത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത. ഇപ്പോൾ ഇവിടെ ദേവിയെ, ഇതിലിപ്പോൾ സംബോധനയൊന്നുമില്ല, ദേവിയെ വിളിക്കുന്നു. ഒരു സംബോധനയുണ്ട്, ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി. അതൊരു സംബോധനയായിട്ട് തന്നെ എടുക്കാം. ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി എന്ന ഹ്രസ്വത്തിലാണ്. അല്ലയോ ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി, ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ ദാരിദ്ര്യ ദുഃഖവും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചതായിട്ടുള്ള ഭയത്തെയും ഹരിക്കുന്നവളെ എന്ന സംബോധന. എന്നിട്ട് ദേവിയോട് പറയുന്നു, ദുർഗേ സ്മൃത ഹരസി ഭീതിം അശേഷജന്തോഹോ. ഇവിടെ ദുർഗേ എന്നുള്ളത് സംബോധനയല്ല. ദുർഗാദേവിയെ സംബോധന ചെയ്യുമ്പോഴും ദുർഗേ എന്ന് വിളിക്കാം. ഇവിടെ ആ അർത്ഥത്തിലല്ല. ദുർഗേ എന്ന് പറയുമ്പോൾ ദുർഗം എന്നതിൻ്റെ സപ്തമി വിഭക്തിയാണത്. ദുർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർഘടങ്ങളായ മാർഗങ്ങൾ, കഷ്ടമുള്ളതായിട്ടുള്ള പ്രദേശങ്ങളെയാണ് ദുർഗങ്ങൾ എന്ന് പറയുക. ദുഃഖേന ഗന്തും ശക്യം, അവിടെ ഗമിക്കുവാൻ വളരെ ക്ലേശമുണ്ട്, ദുഃഖമുണ്ട്. അങ്ങനെയുള്ള സ്ഥാനങ്ങളെയാണ് ദുർഗങ്ങൾ എന്ന് പറയുക. പർവ്വതങ്ങൾ ദുർഗങ്ങളാണ്. നദികൾ പോലെയുള്ളതായിട്ടുള്ള എന്താ പറയുക, പാറക്കെട്ടുകളും കുത്തൊഴുക്കും ഒക്കെ ഉള്ളതായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ നമുക്ക് കടന്നു പോകണമെങ്കിൽ ദുർഗമമാണ്, അവിടെ ഗമിക്കാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളെ ദുർഗങ്ങൾ എന്ന് പറയാം. കാടും പടലും പിടിച്ച് മുള്ളും വന്യമൃഗങ്ങളുമൊക്കെ നിറഞ്ഞിരിക്കുന്ന, ക്ഷുദ്ര ജന്തുക്കളൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ വഴികൾ ദുർഗങ്ങളാണ്. വല്ല കല്ലിൻ്റെ ഇടയിൽ കൂടെയോ പാറയുടെ ഇടയിൽ കൂടെയോ നുഴഞ്ഞും ഇങ്ങനെയൊക്കെ പല രീതിയിൽ കടക്കേണ്ടതായിട്ടുള്ള വഴികൾ ദുർഗങ്ങളാണ്. അപ്പോൾ ദുർഗം എന്ന് പറഞ്ഞാൽ ക്ലേശഭൂയിഷ്ടമായ മാർഗം എന്നാണ്. ദുഃഖേന ഗന്ധും ശക്യം, അവിടെ അതാണ് ദുർഗം. ആ വഴിക്ക് പോകണമെങ്കിൽ നല്ല കഷ്ടമുണ്ട് കേട്ടോ. ആ കഷ്ടമുള്ള വഴികളെയാണ് എന്ത് പറയണത്, ദുർഗം എന്ന്. അതിൻ്റെ സപ്തമിയാണ് ഇവിടെ ദുർഗേ എന്ന്. ദുർഗത്തിൽ എന്നാണ് അർത്ഥം. ദുർഘടങ്ങളായ മാർഗങ്ങളിൽ, വളരെ ഡിഫിക്കൽട്ടി ഉള്ളതായിട്ടുള്ള പാത്തുകളിൽ, പന്ഥാവുകളിൽ എന്നർത്ഥം. ദുർഗേ, ആ ദുർഗങ്ങളിൽ വെച്ച്, കഷ്ടമുള്ള വഴികളിൽ വെച്ച് ദേവിയെ നമ്മൾ സ്മരിച്ചാൽ, സ്മരിക്കപ്പെട്ടാൽ ദേവി എന്ത് ചെയ്യുന്നു? ഹരസി ഭീതിം അശേഷജന്തോഹോ, അശേഷജന്തോഹോ ഭീതിം ഹരസി. ഏത് ജന്തുവാണോ ദേവിയെ സ്മരിക്കുന്നത് അവരുടെ ഭീതിയെയെല്ലാം ദേവി ഹരിച്ചു കൊടുക്കുന്നു എന്നർത്ഥം. അപ്പം നമ്മൾ ദുർഘട മാർഗങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ, രാത്രി ഒറ്റയ്ക്ക് ആരുമില്ലാത്ത ഏകാന്ത വഴികളിലൂടെ പോകുക, കാടുകളിലൂടെ പോവുക,
അല്ലേ, ശ്മശാനങ്ങളിലൂടെ പോവുക ഒക്കെ ചെയ്യുമ്പോൾ പേടിയുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? ദേവിയെ സ്മരിക്കുക. അതാണ് ഇങ്ങനെ ദുഃഖമുള്ള മാർഗങ്ങളിലൂടെ പോകുമ്പോൾ ദേവി സ്മരിക്കപ്പെട്ടാൽ ആ ജന്തുക്കളുടെ, ഇവിടെ ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെയാണ്. കാരണം മനുഷ്യർക്കല്ലേ ദേവിയെ സ്മരിക്കാൻ പറ്റുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും ജന്തുക്കൾക്ക് സ്മരിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്കും. ഇവിടെ അശേഷ ജന്തോഹോ എന്നുള്ള ജന്തു എന്നുള്ളത് മനുഷ്യനെ തന്നെ ഉദ്ദേശിച്ചത്. ഈ ജന്തുക്കളുടെ മുഴുവൻ ഭീതിം ഹരസി, ഭീതിയെ ഹരിക്കുന്നു. അപ്പോൾ ദേവിയെ നമ്മൾ ഏത് കഷ്ടമുള്ള യാത്ര പോകുമ്പോഴും ദേവിയെ സ്മരിക്കുക. ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ നമ്മൾ ചാർധാം യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ദേവിയെ സ്മരിച്ചോളൂ. കാരണം പല വഴികളും ഭയങ്കര അപകടം പിടിച്ചതായിട്ടുള്ള ലാൻഡ് സ്ലൈഡുകൾ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വഴികളാണ്. ഇപ്പൊക്കെ കുറേയൊക്കെ വീതി കൂട്ടി വരുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ പോകുന്ന ബസ്സിലൊക്കെ പോകണമെച്ചാൽ ബസ്സിൻ്റെ ബാക്ക് ടയറുകൾ രണ്ട് ടയർ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് വലിയ ആഴം കാണാൻ പറ്റാത്ത ഗംഗയിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. അത് റോഡിലായിരിക്കില്ല, ഒരു ടയറേ റോഡിലുണ്ടാവുള്ളൂ. പാറകൾ തുരന്നിട്ട് അതിൻ്റെ റൂഫ് ഈ വണ്ടിയുടെ തൊട്ട് മുകളിലുണ്ടാവും. ആ വണ്ടിയുടെ മുകളിലൊക്കെ കയറിയിരുന്നിട്ടൊക്കെ ചിലർ പോകുക, അവരുടെ തലയൊന്നും കാണില്ല. പിന്നെ അതുപോലെയുള്ളതായിട്ടുള്ള ദുർഘട മാർഗങ്ങളാണ്. റോഡൊക്കെ പലയിടത്തും പൊളിഞ്ഞു പോയിട്ടുണ്ടാവും, വെള്ളമൊലിച്ചിട്ട്. ലാൻഡ് സ്ലൈഡ് കാരണം റോഡേ ഒലിച്ചു പോയിട്ടുണ്ടാവും പലയിടത്തും. ഒക്കെ കാണാം നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ദേവിയെ സ്മരിക്കുക. ദേവി നമ്മുടെ യാത്ര സുഗമമാക്കും, എല്ലാ ഭയവും നീക്കിത്തരും. ചിലപ്പോൾ ഒന്നും നമുക്ക് ലക്ഷ്യത്തിൽ എത്താനേ പറ്റിയില്ല, എന്നൊരു വഴിയിൽ ബ്ലോക്കായി കിടക്കും. ലാൻഡ് സ്ലൈഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡ് ക്ലിയർ ചെയ്ത് കിട്ടാനായിട്ട് 1 ദിവസമോ 1.5 ദിവസമോ 2 ദിവസമോ ഒക്കെ എടുത്തു എന്ന് വരും. അപ്പോഴേക്കും പുറകിൽ വണ്ടികൾ വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. ഒന്ന് റിവേഴ്സ് എടുക്കാനുള്ള ഗ്യാപ്പ് പോലും എവിടെയും കിട്ടില്ല. അവിടെ തന്നെ കിടക്കുന്ന രാവും പകലും തണുപ്പും അനുഭവിച്ചുകൊണ്ട് ഭക്ഷണവും ഇല്ലാതെ അങ്ങനെയൊക്കെയുള്ള യാത്രകളുണ്ടായിരുന്നു. ഇപ്പൊക്കെ കുറേ മാറി. ഇപ്പോൾ വലിയ വലിയ ഹൈവേകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക മോഡി വന്നതിന് ശേഷം. ഈ ചാർധാം യാത്രയൊക്കെ സുഗമമാക്കാൻ പോവുക, അതിനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള യാത്രകളിൽ, ദുർഘടം പിടിച്ചതായിട്ടുള്ള യാത്രകളിലൊക്കെ ദേവിയെ സ്മരിക്കുക. ദേവി നമ്മുടെ കൂടെ കൈപിടിച്ച് നടക്കും. അമ്മ കൊച്ചു കുട്ടികളെ എങ്ങനെയാണോ കൈപിടിച്ചും എടുത്തും നടത്തുക, അല്ലേ, അതുപോലെ അമ്മ നമ്മുടെ കൂടെ നമ്മളെ കൊണ്ടു നടത്തും, നമ്മുടെ ഭയം നീക്കിയിട്ട്. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷ ജന്തോഹോ സ്വസ്ഥൈ സ്മൃതാ മതിം അതീവ ശുഭാം ദദാസി. സ്വസ്ഥൈഹി സ്മൃത, സ്വസ്ഥൈഹി എന്ന് പറഞ്ഞാൽ സ്വസ്ഥരായിരിക്കുന്നവരാൽ സ്മരിക്കപ്പെട്ടാൽ എന്നുവെച്ചാൽ ഒരു പണിയില്ലാതെ വെറുതെ ഒരു ബുദ്ധിമുട്ടുമില്ല, സുഖമായിരിക്കുകയാണ്, അപ്പോഴും ദേവിയെ സ്മരിച്ചു എന്ന് വിചാരിക്കുക. അതാണ് ഉത്തമമായിട്ടുള്ള സ്മരണം. ആപത്ത് വരുമ്പോൾ സ്മരിക്കുന്നത് സ്വാഭാവികം. ഒരു ആപത്തും ഇല്ലാതിരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുമ്പോൾ ദേവിയെ സ്മരിക്കുക എന്നുള്ളത് യഥാർത്ഥ ഭക്തിയിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക്, സ്വസ്ഥരായിരിക്കുമ്പോൾ സ്മരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് മതിം അതീവ ശുഭാം ദദാസി, അതീവ ശുഭാം മതിം ദദാസി, അത്യന്ത ശുഭമായ ബുദ്ധിയെ അവർക്ക് കൊടുക്കുന്നു. എന്ന് വെച്ചാലോ ആ മോക്ഷത്തിന് അർഹത നേടിക്കൊടുക്കുന്നു. അവർക്ക് ആ ജ്ഞാനം സമ്പാദിക്കാനുള്ളതായിട്ടുള്ള ബ്രഹ്മജ്ഞാനത്തിന് അവരെ പാത്രമാക്കി തീർക്കും ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. ചിത്തശുദ്ധിയും കൊടുത്ത് ആത്മജ്ഞാനത്തിനുള്ള അധികാരികളാക്കി തീർക്കും അവരെ. അതാണ് മതിം അതീവ ശുഭാം, അതീവ ശുഭമായ മതിയെ അവർക്ക് ദേവി ദദാസി, ത്വം ദദാസി കൊടുക്കുന്നു. ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി, ദേവിയെ സംബോധനയാണ്. അല്ലയോ ദാരിദ്ര്യ ദുഃഖങ്ങളുടെയും അതിൻ്റെ ഭയത്തെയും ഹരിക്കുന്നവളെ ദേവി. കാ ത്വതന്യ സർവോപകാരകരനായ സദാ ആർദ്രചിത്ത, സർവ ഉപകാരകരനായ, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നതിനായിക്കൊണ്ട് സദാ ആർദ്രചിത്ത, എപ്പോഴും അലിവുള്ള ഹൃദയത്തോടുകൂടിയവളായിട്ട്. ത്വതന്യാക്ക, നിന്നിൽ നിന്ന് അന്യരായിട്ട് വേറെ ആരാ ഉള്ളത്? നീയല്ലാതെ ആരാ ഉള്ളത് എന്നാ ചോദിക്കണം. അപ്പൊ ദേവി മാത്രമാണ് ജഗദംബിക, എല്ലാ മക്കളുടെയും ആപത്തുകളിൽ രക്ഷിക്കാൻ തയ്യാറായിട്ട്, എല്ലാവർക്കും എപ്പോഴും എന്തുപകാരം ചെയ്യാനും തയ്യാറായിട്ട് വിളി കാത്തിരിക്കുക ദേവി. വിളിച്ചാൽ വെളിപ്പുറത്ത് എന്ന് പറഞ്ഞ പോലെ വിളി കാത്തിരിക്കുകയാണ്. നമ്മൾ വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ നമ്മുടെ പാപം കൊണ്ട്.
നമ്മുടെ പാപത്തിൻ്റെ ആധിക്യമാണ് ദേവിയെ വിളിക്കാൻ തോന്നാത്തത്. അപ്പം ദേവിയെ വിളിച്ചാൽ വിളിപ്പുറത്താണ്. സർവ ഉപകാരകരനായ, എല്ലാവർക്കും ഉപകാരം ചെയ്യുവാനായിക്കൊണ്ട് സദാ ആർദ്രചിത്തയായിട്ട് എപ്പോഴും അലിഞ്ഞ മനസ്സോടുകൂടെ ത്വതന്യാകാ, ദേവി നീ അല്ലാതെ വേറെ ആരാ ഉള്ളത് ഇത്രയും അലിവുള്ളത്? ബാക്കിയുള്ളവർക്കൊന്നും ദേവിയെ പോലെയുള്ള അലിവില്ല എന്ന് പറഞ്ഞ ചിത്തയായിട്ട്. അപ്പോൾ ദേവിയെ സ്മരിക്കൂ ഏതാപത്തിലും. ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അംബായാഹ. അപ്പോൾ ആ ദേവിയെ ഭജിച്ചാൽ എന്താ ഫലം? തദ് ഭജനം കിം കുരുതേ ബ്രഹ്മാദീനപി കിങ്കരീ കുരുതേ. ബ്രഹ്മാദികളെ പോലും നമുക്ക് കിങ്കരന്മാരാക്കി ചെയ്യും ദേവിയുടെ ഭജനം എന്ന് മഹാത്മാക്കൾ പറഞ്ഞു വെച്ചിരിക്കണം. ആപത്തുകളിൽ ദേവിയാണ് ഭജിക്കേണ്ടത്. അപ്പം അതിമനോഹരമായിട്ടുള്ള ഈ ശ്ലോകത്തെയാണ് തിരഞ്ഞെടുത്ത് ഈ സ്തുതിയിൽ നിന്ന് സപ്തശ്ലോകിയിലേക്ക് എടുത്തിരിക്കുന്നത്. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷ ജന്തോഹോ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്വധന്യാ സർവോപകാരകരണായ സദാർദ്രചിത്താ. യേ ബിർഹദൈർ ജഗതുപൈതി സുഖം തഥൈതേ കുർവന്തു നാമ നരകായ ചിരായ പാപം സംഗ്രാമമൃത്യുമധിഗമ്യ ദിവം പ്രയാന്തു മത്വേതി നൂനമഹിതാൻ വിനിഹംസി ദേവി. യേ ബിർഹദൈർ ജഗതുപൈതി സുഖം തദൈതേ കുർവന്തു നാമ നരകായ ചിരായ പാപം സംഗ്രാമമൃത്യുമധിഗമ്യ ദിവം പ്രയാന്തു മത്വേതി നൂനമഹിതാൻ വിനിഹംസി ദേവി. യേ ബിർഹദൈർ ജഗതുപൈതി സുഖം. ഇവർ കൊല്ലപ്പെടുമ്പോൾ, ആരാണിവര്? ഈ മഹിഷാസുരനെ പോലെയുള്ളതായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ജഗതുപൈതി സുഖം, ഈ ലോകം സുഖത്തെ പ്രാപിക്കുന്നു. അപ്പൊ ലോകത്തിന് സുഖം കൊടുക്കാൻ വേണ്ടിയാണ് ദേവി എന്ത് ചെയ്യണത്? ഈ ദുഷ്ടന്മാരെ കൊന്നുകളയുന്നത്. എന്നാൽ ആ കൊല്ലുന്നതിലും ഒരു കാരുണ്യമുണ്ട് ദേവിക്ക്. അവര് തഥാ ഏതേ, അപ്രകാരം തന്നെ ഈ ദുഷ്ടന്മാര് നരകായ ചിരായ പാപം കുർവന്തു നാമ, നരകങ്ങൾക്കായിക്കൊണ്ട് ചിരമായിട്ട് വളരെ കാലമായി പല പാപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുഷ്ടന്മാര്. അങ്ങനെയുള്ളവര് നരകത്തിലേക്കാണ് പോകേണ്ടത്. അതിനുള്ള ടിക്കറ്റ് എടുത്തിരിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അവരെ സ്വർഗത്തിലേക്ക് അയക്കാനുള്ള കാരുണ്യം കാണിക്കണോ ദേവി. എന്താണ്? സംഗ്രാമ മൃത്യുമധിഗമ്യ ദിവം പ്രയാന്തു മത്വേദി നൂനമഹിതാൻ വിനിഹംസി ദേവി. സംഗ്രാമ മൃത്യുമധിഗമ്യ, സംഗ്രാമ മൃത്യു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലുള്ള മരണം. അപ്പൊ ദേവിയോട് നേരിട്ട് യുദ്ധം ചെയ്ത് ദേവിയുടെ കൈകൊണ്ട്, ദേവിയുടെ ആയുധങ്ങളെ കൊണ്ട് മൃത്യു വരിച്ചിട്ട് അവര് ദിവം പ്രയാന്തു ഇതി മത്വ, മത്വ ഇതി എന്നുള്ളത് ഇതി മത്വ, ലെറ്റ് ദം ഗോ ടു ദ ഹെവൻസ്. പോട്ടെ പാവങ്ങള് നരകത്ത് പോയി കഷ്ടപ്പെടണ്ട എന്ന് ഈ ദുഷ്ടന്മാരോട് പോലും ദേവിയുടെ മനസ്സ്. ഈ മഹിഷാസുരനെ പോലെയും അദ്ദേഹത്തിന്റെ എന്താ പറയുക സേനാനായകന്മാര് ദുഷ്ടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ പ്രവൃത്തി കൊണ്ട് അവർ നരകങ്ങളിലേക്ക് ടിക്കറ്റ് ഉറപ്പാക്കിയവരാ. പക്ഷെ അവരെയൊക്കെ ഈ അഹിതന്മാരായിട്ടുള്ളവരെ പോലും നൂനമഹിതാൻ, ലോകത്തിന് ഹിതം പ്രവർത്തിക്കാത്തവരാണ്, ലോകത്തിന് ആപത്തുകൾ ഉണ്ടാക്കുന്ന അഹിതന്മാരാണ്, ശത്രുക്കളാണ്, ദുഷ്ടന്മാരാണ്. എന്നിട്ടും അവർ പോലും ദിവം പ്രയാന്തു ഇതി മത്വ, അവരും ദേവലോകത്തിലേക്ക് പോകട്ടെ എന്ന് കരുതി അവരെ ഈ യുദ്ധത്തില് വിനിഹംസി ദേവി. ദേവി ത്വം വിനിഹംസി, അല്ലയോ ദേവി നീ അവരെ കൊന്നുകളയുന്നത്, യുദ്ധരംഗത്ത് വെച്ച് ആയുധങ്ങളെ കൊണ്ട് നേരിട്ട് നിന്ന് കൊല്ലുന്നത് അവർ വീരസ്വർഗം പ്രാപിച്ച് രക്ഷപ്പെടട്ടെ പാവങ്ങള് എന്ന് കരുതിയിട്ട്. അപ്പോൾ അഹിതന്മാരായിട്ടുള്ള ആളുകളോട് പോലും ദേവിക്ക് കാരുണ്യമാണ്. ഈ മഹിഷാസുരനെ പോലെയുള്ള ദുഷ്ടന്മാരോട് പോലും ദേവിക്ക് കാരുണ്യമാണ് എന്ന് പറയുക. ഇങ്ങനെ ആരാ ഉണ്ടാവുക ഇതുപോലെ? അപ്പം നമ്മൾക്കുള്ള ബാധകളെ നീക്കിത്തരുന്നുണ്ട്, ലോകത്തിനുണ്ടായിട്ടുള്ള ഈ ദുഷ്ടന്മാരെ കൊണ്ടുള്ളതായിട്ടുള്ള പീഡകളൊക്കെ ഒഴിവാക്കി തരുന്നുണ്ട്. അതേ സമയം തന്നെ അവർക്കും ഗതി കൊടുക്കുന്നുണ്ട്.
അവരെയും കരകയറ്റുന്നുണ്ട് ദേവി. അവരെ കൊന്ന് നരകത്തിലേക്ക് എറിയല്ല. അതാണ് ജഗതുപൈതി സുഖം തദൈതേ കുർവന്തു നാമ നരകായ ചിരാജ പാപം സംഗ്രാമമൃത്യുമധിഗമ്യ ദിവം പ്രയാന്തു മത്വേതി നൂനമഹിതാൻ വിനിഹംസി ദേവി. ദൃഷ്ട്വൈവ കിം ന ഭവതി പ്രകരോതി ഭസ്മ സർവാസുരാൻ അരിഷു യത് പ്രഹിണോഷി ശസ്ത്രം ലോകാൻ പ്രയാന്തു രിഭവോഭിഃ ശസ്ത്രപൂതാഃ ഇത്തം മതിർഭവതി തേഷ്വഹിതേഷു സാധ്വീ. ദൃഷ്ട്വൈവ കിം ന ഭവതി പ്രകരോതി ഭസ്മ സർവാസുരാൻ അരിഷു യത് പ്രഹിണോഷി ശസ്ത്രം ലോകാൻ പ്രയാന്തു രിഭവോഭിഃ ശസ്ത്രപൂതാഃ ഇത്തം മതിർഭവതി തേഷ്വഹിതേഷു സാധ്വീ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആശയത്തെ ഒന്നുകൂടെ വിപുലമായി പറയണം. ദൃഷ്ട്വൈവ ദൃഷ്ട്വായേവ കിം ന ഭവതി പ്രകരോതി ഭസ്മ. ദേവി അവരെ കണ്ട മാത്രയിൽ തന്നെ ദൃഷ്ട്വായേവ കിം ഭസ്മ ന പ്രകരോതി, ഭസ്മമാക്കി ചെയ്യാത്തത് എന്താ? അപ്പൊ ദേവി ദുഷ്ടന്മാരെ കണ്ണിൽപ്പെട്ടാൽ തന്നെ ഹും എന്നൊന്ന് പറഞ്ഞാൽ എല്ലാം ഭസ്മായി തീരും. ദേവി ഒന്ന് സങ്കല്പിച്ചാൽ എല്ലാവരും ഭസ്മായിട്ട് തീരും. എന്നിട്ടും അവരെ ഭസ്മമാക്കാത്തത് എന്തുകൊണ്ടാ? സർവാസുരാൻ അരിഷുയത് പ്രഹിണോഷി ശസ്ത്രം. അവിടെ സർവാസുരാൻ ഭസ്മന പ്രകരോതി, സർവ അസുരന്മാരെയും ദേവി കണ്ടിട്ട് സർവാസുരാൻ ദൃഷ്ടുവായവ ന ഭസ്മ പ്രകരോതി, അസുരന്മാരെയൊക്കെ കണ്ടിട്ട് അമ്മ ഭസ്മമാക്കുന്നില്ല. പിന്നെയോ അരിഷു ആ ശത്രുക്കളുടെ നേരെ യത് പ്രഹിണോഷി ശസ്ത്രം ആയുധങ്ങളെ പ്രയോഗിക്കുന്നു എന്നുള്ളത് ആശ്ചര്യം തന്നെ. ഭസ്മമാക്കി കളയാതെ നോട്ടം കൊണ്ട് തന്നെ അവരെ ദഹിപ്പിച്ച് കളയാതെ അവരുടെ നേരെ ആയുധം പ്രയോഗിക്കുക എന്നുള്ളത് സമ്മതിക്കണം. എന്താണ്? എന്ത് കരുതിയിട്ടാണ്? ലോകാൻ പ്രയാന്തു റിപവോഭിഹി ശസ്ത്രഭൂതാഹ, ഞാൻ പ്രയോഗിക്കുന്ന ഈ ശസ്ത്രങ്ങളെ കൊണ്ട് പൂതരാവുക എന്ന് പറഞ്ഞാൽ അവരുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞിട്ട് നിർമ്മലരായിട്ട് അവരുടെ തെറ്റുകൾക്ക് അവരുടെ പാപങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തമായി പരിഹാരമായി. എങ്ങനെ? ദേവിയുടെ കൈകൊണ്ട് ദേവിയുടെ ആയുധങ്ങൾ ഏറ്റ് മരിച്ചപ്പോൾ. അപ്പോൾ എല്ലാ ശിക്ഷയും കിട്ടിക്കഴിഞ്ഞു അല്ലേ? സുപ്രീം കോർട്ട് ഒരാളെ ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ മുൻസിഫ് കോർട്ടുകളും അല്ലെങ്കിൽ മറ്റേ മജിസ്ട്രേറ്റ് കോടതികളും ഹൈക്കോർട്ടും ഒക്കെ വിധിക്കൂ വേറെന്തെങ്കിലും. അപ്പോൾ ഏറ്റവും വലിയ കോടതി വേണ്ട ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു ഭാഗത്തും അവർക്ക് ഒരു ശിക്ഷയും ബാക്കിയില്ല. ഏറ്റവും വലിയ ശിക്ഷ ദേവി കൊടുത്തു കഴിഞ്ഞു. ഇനി യമനൊന്നും ഇവനെ തൊടില്ല. കാരണം വലിയ ശിക്ഷ കഴിഞ്ഞു. ഇനിയിപ്പോൾ ദേവിയുടെ ശിക്ഷ പോരാതെ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് എൻ്റെ ശിക്ഷയും കൂടി ഇരിക്കട്ടെ എന്ന് കരുതാൻ യമൻ അത്ര വലിയ ധിക്കാരിയൊന്നുമല്ല. ഇവന് നരകവും കൂടി ഇരിക്കട്ടെ എൻ്റെ വക എന്ന് പറയാനുള്ള അധികാരം യമനില്ല. കാരണം ദേവി വേണ്ട ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അമ്മ ശിക്ഷിച്ചു കഴിഞ്ഞ ഒരാളെ പിന്നെ വേറൊരാൾ വന്ന് ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. അവർക്കതിന് അധികാരവുമില്ല അങ്ങനെ ശിക്ഷിക്കാൻ. അപ്പം അത് ദേവിയെ തന്നെ ചോദ്യം ചെയ്യലാണ്. ദേവി ശിക്ഷിക്കാൻ പോരാ എന്ന് വരികയാണ് അല്ലേ? അത് ശരിയാവുമോ? ആരാ സുപ്രീം? ദേവിയല്ലേ? ദേവി നിയോഗിച്ച ആളുകളല്ലേ ഈ നരകത്തിൻ്റെയൊക്കെ കാവൽക്കാരായിരിക്കുന്ന യമനും മറ്റുമൊക്കെ. അപ്പോൾ ദേവി ഒരിക്കൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് അവർക്ക് ദേവി തന്നെ നേരിട്ട് ശിക്ഷ കൊടുക്കുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അച്ഛൻ വടിയായിട്ട് കുട്ടികളെ അടിക്കാൻ കാവലിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അമ്മ ഒരു അഭിനയമൊക്കെ അഭിനയിച്ച് മക്കളെ ചെവി പിടിച്ച് തിരുമ്പ് ഒരു നുള്ളു അടിക്കുന്ന പോലെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്ത് മക്കളെ കരയിപ്പിച്ച് അച്ഛൻ്റെ സിമ്പതി പിടിച്ചു പറ്റും. ഈ അമ്മയുടെ ശിക്ഷ കൊണ്ട് കുട്ടികൾ കരഞ്ഞു വരുമ്പോൾ അച്ഛനെ ശിക്ഷിക്കാൻ തോന്നൂല്ല. ഇനി അഥവാ ശിക്ഷിക്കാൻ വന്നാലും അമ്മ ഇടപെടും. വേണ്ട, ഞാൻ അവന് വേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഞാൻ അവനെ ശിക്ഷിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങളുടെ വകയൊന്നും വേണ്ട, എല്ലാവരും കൂടി അവനെ തല്ലി കൊല്ലണ്ട, ഞാൻ വേണ്ടത് കൊടുത്തു കഴിഞ്ഞു എന്ന് കാരുണ്യം കാണിക്കും അമ്മ.
അല്ലേ? ഇവിടെ ജഗദമ്പയാണ്. അപ്പൊ ജഗദമ്പ അങ്ങനെ കാരുണ്യം കാണിച്ചിട്ട് എന്ത് ചെയ്യണു? ആ അരിഷു യത് പ്രഹിണോഷി ശസ്ത്രം ലോകാൻ പ്രയാന്തു, ലോകങ്ങളെ പ്രാപിക്കട്ടെ അവർ. ഇവിടെ ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഊർധ്വലോകങ്ങൾ എന്നർത്ഥം. ഊർധ്വലോകങ്ങളെ, സ്വർഗാദി ലോകങ്ങളെ അവർ പ്രയാണം ചെയ്യട്ടെ, അവർ പ്രാപിക്കട്ടെ. റിപവോഹി, ശത്രുക്കളായിരുന്നിട്ടും ശസ്ത്രപൂതാഹ, ആയുധം കൊണ്ട് പവിത്രരായിട്ട് അവരുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അവരെല്ലാ അപരാധത്തിനും ഫൈൻ കെട്ടി എന്നർത്ഥം. ഇത്തം മതിർ ഭവതി തേഷു അഹിതേഷു സാധ്വി, അല്ലയോ സാധുവായ ചരിതത്തോടുകൂടിയവളെ ദേവി, സാധ്വിയായവളെ ദേവി, തേഷു അഹിതേഷു അഭി, ആ അഹിതന്മാരായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളുടെ നേർക്ക് പോലും ഇത്തം മതിഹി ഭവതി, ഇപ്രകാരമാണ് അങ്ങയുടെ മതി, അമ്മയുടെ മനസ്സ്. അവർ പോലും രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തുകയാണ് അമ്മയുടെ കാരുണ്യം. അപ്പൊ എത്ര കരുണാമൂർത്തിയാണ് അമ്മ എന്ന് പറയണം. ദൃഷ്ട്വൈവ കിം ന ഭവതി പ്രകരോതി ഭസ്മ സർവാസുരാൻ അരിഷു യത് പ്രഹിണോഷി ശസ്ത്രം ലോകാൻ പ്രയാന്തു റിപവോഭിഃ ശസ്ത്രപൂതാഃ ഇത്തം മതിർഭവതി തേഷ്വഹിതേഷു സാധ്വീ ഖഡ്ഗപ്രഭാനികര വിസ്ഫുരണൈസ്തദോഗ്രൈഃ ശൂലാഗ്രകാന്തി നിവഹേന ദൃശോസുരാണാം യന്നാഗതാ വിലയമംസുമതിന്ദുഗണ്ഡയോഗ്യാനനം തവ വിലോകയതാം തദേതത്. ഖഡ്ഗപ്രഭാനികര വിസ്ഫുരണൈഃ തദാ ഉഗ്രൈഃ ശൂലാഗ്രകാന്തി നിവഹേന ദൃശോ അസുരാണാം യന്നാഗതാ വിലയം അംശുമതിന്ദുഗണ്ഡയോഗ്യാനനം തവ വിലോകയതാം തദേതത്. ഇവിടെ പറയണു ദേവിയുടെ ഖഡ്ഗപ്രഭാനികരം, ഖഡ്ഗങ്ങൾ, ദേവിയുടെ വാള്, അതിൻ്റെ പ്രഭാനികരം, അതിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നൽ പ്രകാശത്തിൻ്റെ സമൂഹം, സൂര്യ തേജസ്സുള്ളതാണ് ദേവിയുടെ ഖഡ്ഗം, ദേവിയുടെ വാള്. അതിൻ്റെ പ്രഭാനികരത്തിൻ്റെ വിസ്ഫുരണൈഹി, ആ സ്ഫുരണം കൊണ്ട്, പ്രഭാപ്രസരം കൊണ്ട്, അതുപോലെ തന്നെ തഥാ ഉഗ്രൈഹി ശൂലാഗ്ര കാന്തി നിവഹേന, ദേവിയുടെ ഉഗ്രങ്ങളായ ശൂലത്തിൻ്റെ അഗ്രത്തുള്ള കാന്തി, ആ മൂർച്ചയേറിയതായിട്ടുള്ളത് വെട്ടിത്തിളങ്ങുന്ന ശൂലത്തിൻ്റെ അറ്റത്തുനിന്നുണ്ടാവുന്ന എന്താ പറയുക, ലേസർ കിരണങ്ങൾ പോലെ പ്രകാശം വരുന്നുണ്ട് തീക്ഷ്ണമായിട്ട്. അത് അങ്ങനെയുള്ള കാന്തി നിവഹേന അസുരാണാം ദൃശഃ യത് ന ആഗതാ വിലയം, ആ അസുരന്മാരുടെ ദൃശഃ എന്ന് പറഞ്ഞാൽ ദൃഷ്ടികൾ, കണ്ണുകൾ, ന വിലയമാഗതാഹ, അത് വിലയം പ്രാപിച്ചില്ല, അത് പൊട്ടിപ്പോയില്ല. അസുരന്മാരുടെ കണ്ണ് ഈ തീക്ഷ്ണമായിട്ടുള്ള ആയുധങ്ങളുടെ പ്രഭകളുടെ മുമ്പിലും പൊട്ടാതിരുന്നത് എന്തുകൊണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞത്. എന്തെന്നാൽ എന്താ കാരണം ഇതിന്? അംശുമതിന്ദുഗണ്ഡ യോഗ്യാനനം തവ വിലോകയതാം തദേതത്. അത് തന്നെയാ കാരണം. ഏത് തന്നെ? തവ ആനനം, അമ്മയുടെ മുഖം എങ്ങനെയുള്ളത്? അംശുമത് ഇന്ദുഗണ്ഡ യോഗ്യാനനം, ആ ചന്ദ്രകണ്ഠം പോലെ. ആ ചന്ദ്രകിരണങ്ങൾ ശീതകിരണങ്ങളാണ്, അമൃതകിരണങ്ങളാണ്. അപ്പോൾ അമൃതകിരണങ്ങൾ വർഷിക്കുന്ന, അംശുമത്തായിരിക്കുന്ന ആ ചന്ദ്രനെ പോലെ തോന്നുന്നതായിട്ടുള്ള അമൃതപ്രവാഹം പൊഴിക്കുന്ന അമ്മയുടേതായിട്ടുള്ള ആ മുഖം വിലോകയതാം. അവരമ്മയുടെ ആ മുഖം നോക്കുന്നത് കൊണ്ട്, ആ മുഖം കണ്ടതുകൊണ്ടാണ് അവരുടെ കണ്ണുകൾ പൊട്ടാതിരുന്നത്. അപ്പോൾ ആ ദേവിയുടെ മുഖം കണ്ടതുകൊണ്ട് അമൃതവർഷമുണ്ടായി, കണ്ണുകൾക്ക് ചികിത്സ ഉടനെ ഉണ്ടായി എന്നർത്ഥം. സൂര്യ തേജസ്സുള്ള ദേവിയുടെ ആയുധങ്ങളുടെ പ്രഭാവം കൊണ്ട് ഇവരുടെ കണ്ണ് പൊട്ടാതിരുന്നത് അമ്മയുടെ മുഖം ചന്ദ്രനെ പോലെ അമൃതപ്രവാഹം ചെയ്യുന്നു, തണുപ്പിക്കുന്നു, കുളിർപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷനിലാണ് ഇവരുടെ കണ്ണുകൾ പൊട്ടാതിരുന്നത്. ഇനി അവർക്ക് ദേവിയുടെ ആ മുഖം കാണാനുള്ള ഭാഗ്യവും ദേവി കൊടുത്തു. ഇവരുടെ കണ്ണ് പൊട്ടിയാൽ ദേവിയെ കാണാൻ പറ്റും അവർക്ക്. അപ്പോൾ ദേവി തൻ്റെ മുഖം കൊണ്ട് തന്നെ അവരെ അനുഗ്രഹിച്ച് കടാക്ഷം ചെയ്ത് അവർക്ക് തൻ്റെ രൂപം കാണാനുള്ളതായിട്ടുള്ള ഭാഗ്യവും കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ആര് ചെയ്യും? ഇത്രയും കാരുണ്യം ആ അസുരന്മാരോട് പോലും. അതാണ് ഇവിടെ
ഖഡ്ഗപ്രഭാനികരവിസ്ഫുരണൈസ്തദോഗ്രൈഃ ശൂലാഗ്രകാന്തിനിവഹേന ദൃശോസുരാണാം യന്നാഗദാവിലയമംശുമദിന്ദുഗണ്ഡയോഗ്യാനനം തവ വിലോകയതാം തദേതത് ദുർവൃത്തവൃത്തശമനം തവ ദേവി ശീലം രൂപം തദൈതദവിഛിന്യമതുല്യമന്യൈഃ വീര്യം ച ഹന്ത്രഹൃദദേവപരാക്രമാണാം വൈരിഷ്വപി പ്രകടിതൈവ ദയാ ത്വയേത്തം ദുർവൃത്തവൃത്തശമനം തവ ദേവി ശീലം രൂപം തദൈതദവിഛിന്യമതുല്യമന്യൈഃ വീര്യം ച ഹന്ത്രഹൃദദേവപരാക്രമാണാം വൈരിഷ്വപി പ്രകടിതൈവ ദയാ ത്വയേത്തം. അപ്പോൾ ദേവിയുടെ ശീലം അത് ദുർവൃത്തന്മാരുടെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതാണ്. വൃത്തശമനം തവ ദേവി ശീലം. അപ്പോൾ ദേവി അമ്മ ആ കരുണാമൂർത്തിയായ ദേവിയുടെ പ്രവൃത്തികൾ കൊണ്ട് ഇതുപോലെയുള്ള പാപികൾ പോലും നല്ലവരായിത്തീരും. അവർക്ക് പോലും ദേവിയുടെ കാരുണ്യം കൊണ്ട് നല്ല വഴിക്ക് നീങ്ങാൻ പറ്റും. അവരെ വീണ്ടും പാപികളാക്കി തീർക്കുകയല്ല ദേവി ചെയ്യുന്നത്, അവരെ പാപത്തിൽ നിന്ന് കരകയറ്റി രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദുർവൃത്തന്മാരുടെ ആ വൃത്തങ്ങളെ, അവരുടെ പ്രവൃത്തികളെ ശമിപ്പിക്കുന്നതാണ് ദേവിയുടെ ഇതുപോലെയുള്ളതായിട്ടുള്ള പ്രത്യേക സ്വഭാവങ്ങൾ. ആർക്കും ഇല്ലാത്ത പ്രത്യേക ശീലങ്ങളാണ് അമ്മയുടെ ശീലങ്ങൾ. അതുപോലെ ദേവിയുടെ രൂപം, മനോഹരമായിട്ടുള്ള രൂപം അചിന്ത്യമാണ്, തുലനമില്ലാത്തതാണ് രൂപം. തഥാ ഏതത് അവിചിന്യം അതുല്യം അന്യൈഹി. മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റാത്തതായിട്ടുള്ള, തുലനമില്ലാത്തതാണ്. അത് ശത്രുക്കൾക്ക് ഭയമുള്ളതാണെങ്കിലും സജ്ജനങ്ങൾക്കെല്ലാം അഭയം കൊടുക്കുന്നതാണ് ദേവിയുടെ രൂപം. മനോഹരമാകുന്നു. അതുപോലെ ദേവിയുടെ വീര്യം ച ഹൃദദേവപരാക്രമാണ്. ആ ദേവന്മാരോട് പരാക്രമം കാണിക്കുന്നതായിട്ടുള്ള ദുഷ്ടന്മാരുടെ വീര്യങ്ങളെ ഹരിക്കുന്നതാണ് ദേവിയുടേതായിട്ടുള്ള വീര്യം. വൈരികളുടെ നേർക്ക് പോലും ദേവി ദയയെ പ്രകടിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ദേവിയുടെ ഗുണങ്ങൾ വേറെ 3 ലോകത്തിലും ആർക്കും ഉണ്ടാവില്ല എന്ന് പറയണം. ദേവിയുടെ ശീലമാവട്ടെ, ദേവിയുടെ രൂപമാകട്ടെ, ദേവിയുടെ വീര്യമാകട്ടെ, ദേവിയുടെ ദയയാകട്ടെ, ഇതൊന്നും തുലനം ചെയ്യാൻ ഈ 3 ലോകത്തിലും ആരുമില്ല. ദുർവൃത്തവൃത്തശമനം തവ ദേവി ശീലം രൂപം തദൈതദവിഛിന്യം അതുല്യമന്യൈഃ വീര്യം ച ഹന്ത്രഹൃദദേവപരാക്രമാണാം വൈരിഷ്വപി പ്രകടിതൈവ ദയാ ത്വയേത്തം. ഇന്നിവിടെ നിർത്താം, നാളെ തുടരാം. ഓം. അപരാധക്ഷമാപണം ചെയ്ത് നിർത്താം. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി. യത് പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു മേ. അപരാധസദം കൃത്വാ ജഗദംബേതി ചോച്ചരേത് യാം ഗതിം സമവാപ്നോതി ന താം ബ്രഹ്മാദയഃ സുരാഃ. സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ. ഇദാനീമനുകമ്പ്യോഹം യഥേച്ഛസി തഥാ കുരു. അജ്ഞാനാദ്വിസ്മൃതേർഭ്രാന്ത്യാ യന്യൂനമധികം കൃതം തൽസർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി. കാമേശ്വരി ജഗന്മാതഃ സച്ചിദാനന്ദവിഗ്രഹേ ഗൃഹാണാർച്ചാമി മാം പ്രീത്യാ പ്രസീദ പരമേശ്വരി. ഗുഹ്യാദിഗുഹ്യഗോപ്ത്രേ ത്വം ഗൃഹാണാസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വൽപ്രസാദാത് സുരേശ്വരി. ഓം ശ്രീ ദുർഗാർപ്പണമസ്തു. ഓം നമശ്ചണ്ഡികായൈ.
ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഹരി ഓം. നാളെ തുടരാം. നാളെ രാവിലത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. വൈകുന്നേരം ദേവി മഹാത്മ്യവും തുടരാം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.